ഷീലാസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിഫോർണിയ ടൂറിൻ്റെ തുടർച്ചയാണിത്. മൗണ്ടൻ ഹൗസിൽ നിന്നും 3 മണിക്കൂർ യാത്ര ചെയ്ത് ഞങ്ങൾ യോസമിറ്റി വാലി കാണാനെത്തി. ഏറ്റവും ദുഷ്കരവും യു-ടേൺ കർവുകളും താണ്ടി വേണം ഇവിടെ എത്താൻ. ഒരു സൈഡിൽ അഗാധമായ കൊക്കയും മറുവശത്ത് അതിമനോഹരമായ കാഴ്ചകളും വാട്ടർഫോൾസും വാലിയും എല്ലാം മനസ്സിന് കുളിർമയേകുന്നു. പോകുന്ന വഴിയിൽ കുറേ ഭാഗത്ത് മരങ്ങൾ കരിഞ്ഞ നിലയിൽ കാണാം. ഇവിടെ ഇടയ്ക്കുണ്ടാകുന്ന കാട്ടുതീയിൽ മരങ്ങൾ കരിയാറുണ്ട്. ഋതുഭേദങ്ങളനുസരിച്ച് അവ പലതും പുനർജീവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. യോസമിറ്റി വാലി അമേരിക്കയിൽ കാലിഫോർണിയയിലെ യോസമിറ്റി നാഷണൽ പാർക്കിൻ്റെ ഭാഗമാണ്. ഇതൊരു സ്ഥിരമായ ഒരു നാച്ചുറൽ സൈറ്റാണ്. അതായത് പൊങ്ങിയും താന്നുമായുള്ള പ്രകൃതിയുടെ സൗന്ദര്യമുള്ള ഒരു പ്രദേശം. യോസമിറ്റി വാലിക്ക് കുറേ ക്യാമ്പുകളുണ്ട്. ഓരോ ക്യാമ്പിലും നടന്നു കാണാൻ കുറേ കാഴ്ചകൾ. ഉയരത്തിലേക്കുള്ള കയറ്റങ്ങൾ ദുഷ്കരമായിരുന്നെങ്കിലും കുറേയൊക്കെ കാണാൻ സാധിച്ചതിൽ തൃപ്തരായി. കരിങ്കൽ പാറകളില്ലാതായി അവ ഗ്രാനൈറ്റ്സ് പാറകളായി അവശേഷിച്ചു. പാറകളിൽ തട്ടി ഉയരങ്ങളിൽ നിന്ന് പതിക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ അതിമനോഹരം. വേനലിൻ്റെ ഏറ്റക്കുറച്ചിലും മഞ്ഞുകാലത്തിൻ്റെ തീവ്രതയും അനുസരിച്ച് വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി കൂടിയും കുറഞ്ഞുമിരിക്കുന്നു. യോസമിറ്റി വാലി വിശ്വപുരാതനമായ സ്ഥലങ്ങളിലൊന്നായിരുന്നു. എന്നാൽ ഇന്നത് ടൂറിസ്റ്റ് സ്പോട്ടായി അറിയപ്പെടുന്നു. 17 മൈൽ ഡ്രൈവ്. ഇവിടെ നിന്നും 2.5 മണിക്കൂർ ദൂരെ യാത്ര ചെയ്ത് കടലും പാറയും അരുവികളും സുന്ദരമായ പുഷ്പങ്ങൾ നിറഞ്ഞതുമായ ഒരു യാത്രയ്ക്ക് പോകാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായി. 17 മൈൽ ഡ്രൈവ്. 17 ലുക്ക് ഔട്ട് പോയിൻറ്റ്സ് ഇവിടെയുണ്ട്. പെബിൾ ബീച്ചിൻ്റെ സൗന്ദര്യം ആകർഷണീയം തന്നെ. പാറകൾക്കിടയിലേക്ക് സമുദ്രത്തിലെ ജലം അലയടിച്ചു വരുന്നത് കണ്ണിനിമ്പമേറുന്നു. ബേർഡ് റോക്ക്. ഇവിടുത്തെ കടലിൻ്റെ നടുക്കായി ബേർഡുകൾ കൂട്ടമായിരിക്കുന്ന വലിയ റോക്കുകൾ. 250 വർഷം പഴക്കമുള്ള വലിയ വലിയ മരങ്ങൾ പാറകൾക്കിടയിൽ കാണാം. സാൻ ഫ്രാൻസിസ്കോയിൽ ഉള്ള മ്യൂർ വുഡ്സ് ഞങ്ങൾ സന്ദർശിച്ചു. റെഡ് വുഡുകൾ കൂട്ടമായി നിൽക്കുന്ന ഒരു വനാന്തരം. പ്രകൃതിരമണീയമായ ഒരു സ്ഥലം. 1000 വൃക്ഷങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന ഈ പ്രദേശത്ത് ചൂട് വളരെ കുറവാണ്. വൃക്ഷങ്ങൾ തിങ്ങി നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്കായി സന്ദർശകർക്ക് നടക്കാനായി നല്ല പാത ഉണ്ടാക്കിയിരിക്കുന്നു. 2 മണിക്കൂർ നടന്ന് ഞങ്ങൾ കാഴ്ചകൾ കണ്ടു. അതുകൂടാതെ ചില യാത്രകളും നടത്തി. പൂച്ചെടികളുടെ വലിയ നഴ്സറികളും പാർക്കുകളും കണ്ടു. 1/2 മണിക്കൂർ യാത്ര ചെയ്ത് റിവർ ഐലൻഡിലേക്ക് പോയി. ചെറിയ നദികളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലം. നദിയോട് ചേർന്ന് അനേകം രമ്യഹർമ്മ്യങ്ങൾ. പാർക്കും പൂന്തോട്ടവും മധ്യത്തിലായി മനുഷ്യനിർമ്മിതമായ ഒരു ഭൂപ്രദേശവും. ഇവിടെ മനോഹരമായ സൂര്യാസ്തമയ ദൃശ്യമാണ്. ആ ദൃശ്യവും ഞങ്ങൾ ക്യാമറയിൽ പകർത്തി. ഇത്രയൊക്കെയാണ് എൻ്റെ കാലിഫോർണിയ സന്ദർശിച്ചതിൻ്റെ മനസ്സിന് ആനന്ദം നൽകിയ വിവരങ്ങൾ. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ. നന്ദി, നമസ്കാരം.